എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിലേക്കാണ് ഇന്ന് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. റെഡിയാണോ നിങ്ങൾ? റെഡിയാണെങ്കിൽ ഐ ആം റെഡി എന്ന് ടൈപ്പ് ചെയ്യൂ. ഈ വീഡിയോ ശ്രദ്ധയോടെയും ക്ഷമയോടെയും മുഴുവനായി കേൾക്കുക. ഒരു ഡിവൈൻ എനർജി ഉള്ളവർക്ക് മാത്രമേ ഈ വീഡിയോ മുഴുവനായിട്ടും കാണാനുള്ള ഭാഗ്യം ലഭിക്കുകയുള്ളൂ. ഇനി നമ്മുടെ ഇപ്പോൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്ക് പോയാലോ? അതിന് ആദ്യം ചെയ്യേണ്ടത് ഒന്ന് മാത്രം, നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തുക. ഇവിടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നിങ്ങളുടെ എനർജി ഉയർത്താനും യൂണിവേഴ്സിൻ്റെ എനർജിയെ ആകർഷിക്കാനും വേണ്ട ശക്തമായ 5 വഴികളെക്കുറിച്ചാണ്. ഈ വഴികളിലൂടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്കായി ഓടിയെത്തട്ടെ. ഒന്നാമത്തെ വഴി, നന്ദിയോടെ തുടങ്ങുക. പുതിയൊരു ദിവസം തുടങ്ങുമ്പോൾ ഒന്നും ആലോചിക്കാതെ രാവിലെ തന്നെ നന്ദി പറയാം യൂണിവേഴ്സിനോട്. നന്ദി പറയുന്ന മനസ്സ് അങ്ങേയറ്റം ശക്തമാണ്. നമുക്ക് ഇന്ന് തന്നെ തുടങ്ങാം. ഇന്ന് ഞാൻ എന്തിനും നന്ദി പറയുന്നു, കാരണം ഞാൻ ഇന്ന് ജീവനോടെയുണ്ട്. അല്ലേ? എത്രയോ പേരുണ്ട് രാത്രി ഉറങ്ങിയിട്ട് രാവിലെ എണീക്കാൻ പറ്റാതെ ഈ ലോകം വിട്ടുപോയവർ, അല്ലേ? അതാണ് രാവിലെ എണീക്കുമ്പോൾ ജീവനോടെ ഇരിക്കുന്നതിന് യൂണിവേഴ്സിനോട് നന്ദി പറയണമെന്ന് പറയുന്നത്. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ എനർജിയിൽ മാറ്റമുണ്ടാകുന്നു. രണ്ടാമത്തെ വഴി, ഹൈ വൈബ്രേഷൻ മ്യൂസിക് അല്ലെങ്കിൽ സൈലൻസ്. അതായത് ഹൈ വൈബ്രേഷൻ മ്യൂസിക് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ഭാഷ എനർജിയാണ്. അതെല്ലാവർക്കും അറിയാമല്ലോ. നല്ല സംഗീതം കേൾക്കുക, അപ്പോൾ നമുക്ക് നല്ല ഒരു എനർജി ലഭിക്കും. ഇപ്പം ഈ സംഗീതം കേൾക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ നമ്മുടെ മന്ത്രങ്ങൾ കേൾക്കുക, അതുപോലെ ഖുറാൻ ഓതുക, അതുപോലെ ബൈബിൾ വചനങ്ങൾ കേൾക്കുക, വായിക്കുക. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ. പിന്നെ 432 ഹെർട്സ് ഹീലിംഗ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് മ്യൂസിക് കിട്ടും. യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും 432 ഹെർട്സ് ഹീലിംഗ് മ്യൂസിക്. ഇതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ എനർജി ഫീൽഡ് ഹൈ ആകും. ഓക്കെ. അല്ലെങ്കിൽ സൈലൻസിൽ ഇരിക്കുക എന്ന് പറഞ്ഞു, അതായത് ശാന്തമായിട്ടിരിക്കുക, ആഴത്തിൽ ശ്വസിക്കുക, ഓരോ ശ്വാസവും ശ്രദ്ധിക്കുക. പുറത്തേക്കെടുക്കുന്ന ശ്വാസവും ഉള്ളിലേക്കെടുക്കുന്ന ശ്വാസവും ശ്രദ്ധിക്കുക. വളരെ ശാന്തതയിൽ ഇരിക്കുക. ചിന്തകളെ നിരീക്ഷിക്കുക. ചിന്തകൾ വരുന്നു പോകുന്നു. ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടേ കണ്ണടച്ചിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ വിഷമങ്ങൾ, ദുഃഖങ്ങൾ എല്ലാം ഒഴിഞ്ഞു പോയി മനസ്സ് ശാന്തമാകും. അപ്പോൾ നമ്മുടെ വൈബ്രേഷൻ ഉയരും. അങ്ങനെ നമ്മുടെ എനർജി ഫീൽഡ് ഹൈയിലെത്തും. ഓക്കെ. അപ്പം നമ്മൾ സൈലൻസിലിരിക്കുക. എന്ത്? രണ്ടാമത്തെ വഴി. മൂന്നാമത്തെ വഴി എന്ന് വെച്ചാൽ വിഷ്വലൈസേഷൻ. അതായത് ഞാൻ ഇതിനകം ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആകർഷിച്ചു എന്ന് നമ്മൾ സ്വയം സങ്കല്പിക്കുക. നമുക്ക് യൂണിവേഴ്സുമായി ഒരു കണക്ഷൻ ഉണ്ടാക്കാം. എന്താണെന്ന് വെച്ചാൽ ഒരു നിമിഷം നമ്മൾ കണ്ണടച്ച് ചിന്തിക്കുക. ഞാൻ ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ തന്നെ ജീവിക്കുന്നു എന്ന് നിങ്ങൾ സ്വന്തമായി നിങ്ങളുടെ സ്വപ്ന ലോകത്ത് ജീവിക്കുന്നതായി നിങ്ങൾ കാണുക. നിങ്ങൾ ഫീൽ ചെയ്യുക. അതിൽ മതിമറന്ന് ജീവിക്കുക. നമ്മുടെ സ്വപ്ന ലോകത്ത് നമ്മൾ കാണുന്ന ആ ഡ്രീം, നമ്മുടെ ആ സങ്കല്പത്തിൽ നമ്മൾ ജീവിക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ, സുഖകരമായ ഒരു യാത്രയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് കാണുക. നമ്മളിപ്പോൾ പുറം രാജ്യങ്ങളിൽ ടൂറ് പോകുന്നതും അല്ലെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ എവിടെയെങ്കിലുമൊക്കെ ടൂറ് പോകുന്നതൊക്കെ ആഗ്രഹിക്കുന്നെങ്കിൽ അത് സ്വപ്നം കാണുക. അതുപോലെ നമ്മുടെ മനസ്സിൽ ഒരു വീടാണെങ്കിൽ ആ വീട്ടിൽ നമ്മൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നതായി കാണുക. അതുപോലെ നമ്മളിപ്പോൾ സാമ്പത്തിക സ്വാതന്ത്ര്യം, അതായത് ഫിനാൻഷ്യൽ ഫ്രീഡം, ഒത്തിരി ക്യാഷ് വേണമെന്ന് ആഗ്രഹിക്കുന്നതാണെങ്കിൽ നമ്മൾക്ക് ധാരാളം സമ്പത്ത് പല വഴികളിലൂടെ വിവിധ മാർഗങ്ങളിലൂടെ പണം നമ്മളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് സങ്കല്പിക്കുക. അതാണ് ഇതെല്ലാം നമ്മൾ മനസ്സിൽ കാണുക. ഓക്കെ. മനസ്സിൽ കാണുക, അതിൽ സങ്കല്പിക്കുക, അതിൽ ആ ഒരു സങ്കല്പത്തിൽ നമ്മൾ ജീവിക്കുക, ഫീൽ ചെയ്യുക. ഓക്കെ. ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്താൽ യൂണിവേഴ്സ്
ആൾറെഡി റിസീവിങ് സിഗ്നൽസ്. അപ്പം നമ്മൾ ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്താൽ നമ്മളുടെ ഈ ആവശ്യങ്ങൾ നമ്മൾക്ക് നമ്മുടെ യൂണിവേഴ്സ് സ്വീകരിക്കും. ഓക്കെ, അതുപോലെ യൂണിവേഴ്സൽ എനർജിയുമായി നമ്മുടെ എനർജി മാച്ചായി അവിടെയും ഹൈ വൈബ്രേഷൻ എത്തും നമ്മളിത് ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി അടുത്തത് പറഞ്ഞത് 4ാമത്തെ വഴിയാണ്. ഐ ആം അഫർമേഷൻസ് പറയുക. നമുക്ക് എന്താണ് വേണ്ടത്? നമ്മുടെ വൈബ്രേഷൻ ഐഡന്റിറ്റി മാറ്റുക. അതിനുവേണ്ടി അഫർമേഷൻസ് പറയുക. അഫർമേഷൻസ് നമ്മുടെ എനർജി കോഡ് തന്നെ മാറ്റും. കുറച്ച് എക്സാമ്പിൾ ഞാൻ പറയാം ഐ ആം അഫർമേഷൻസിന്. ഞാൻ ആകർഷണ ശക്തിയാണ്, ഞാൻ പവർഫുള്ളാണ്, ഞാൻ എൻ്റെ സ്വപ്നങ്ങളെ എളുപ്പത്തിൽ ആകർഷിക്കാൻ പ്രാപ്തിയുള്ളവളാണ്, എൻ്റെ യൂണിവേഴ്സ് എൻ്റെ കൂടെയുണ്ട്. ഇങ്ങനെ ഒരു 5 മിനിറ്റ് പറയുക. അപ്പോൾ നമ്മുടെ ആത്മാവിൻ കണ്ണു തുറക്കാൻ തുടങ്ങും. ഇതിങ്ങനെ നമ്മൾ ഐ ആം അഫർമേഷൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് കണ്ണു തുറക്കും. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് ഉണരും. ഓക്കെ, അപ്പോൾ ഈ ഐ ആം അഫർമേഷൻസ് ഞാൻ എക്സാമ്പിളായിട്ട് 2-3 പറഞ്ഞു. പക്ഷേ കൂടുതലായിട്ട് പറയണം, 5 മിനിറ്റെങ്കിലും പറയണം. അപ്പം ഞാൻ ഈ ഐ ആം അഫർമേഷൻസ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് ഈ ഐ ആം അഫർമേഷൻസ് ഒരു ബുക്കിൽ എഴുതിയെടുക്കുക. ഓക്കെ, എന്നിട്ട് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക രാവിലെ. ഓക്കെ, അടുത്തത് 5ാമത്തെ വഴിയാണ് അല്ലേ, അതായത് ഇൻസ്പയർഡ് ആക്ഷൻ. നമ്മൾ ഇതെല്ലാം ചെയ്താലും നമ്മൾ ഇതിനു വേണ്ടി ഇൻസ്പയർഡ് ആക്ഷൻസ് എടുക്കണം. അതായത് നമ്മുടെ വൈബ്രേഷൻ ഉയർത്തിയതിന് ശേഷം അടുത്തത് ചെയ്യേണ്ടത് എന്താണ്? ചെറിയൊരു ആക്ഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കുക. നമ്മുടെ ഈ ആഗ്രഹങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമ്മളൊരു വിഷൻ ബോർഡ് തയ്യാർ ചെയ്യുക. അതിൽ നമ്മുടെ ആഗ്രഹങ്ങൾ കാണുക. അതുപോലെ ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുക. അതായത് എനർജി ഉള്ള കാര്യങ്ങളിൽ എനർജി കൂടുതലായിട്ട് വരേണ്ട കാര്യങ്ങൾ, അതായത് കൂടുതൽ എനർജി നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഈ വിഷൻ ബോർഡ് ചെയ്യുക, നന്ദി പറയുക, അഫർമേഷൻസ് പറയുക. ഇങ്ങനെയൊക്കെ നമ്മൾ സഡൻ ആക്ഷൻസ് എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇതെല്ലാം സാധ്യമാകുന്നത്. ഓക്കെ, അപ്പോൾ ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുക എന്ന് പറഞ്ഞു. അതുപോലെ എനർജി ഉള്ള നിലയിൽ ചെയ്ത ചെറിയ ആക്ഷനുകൾ വളരെ വലിയ ചേഞ്ചസ് ഉണ്ടാക്കും. അതായത് നമ്മൾ വിചാരിക്കും ഇതൊക്കെ ചെറിയ ചെറിയ കാര്യമല്ലേ, ഇതൊക്കെ ചെയ്താൽ നടക്കും, ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നും. പക്ഷേ ഈ ഒരു ചെറിയ ചെറിയ ആക്ഷൻസ് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ ചേഞ്ചസ് ഉണ്ടാക്കും. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളിത് ചെയ്തു നോക്കൂ, ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കും. അതുപോലെ 6ാമത്തെ വഴി, അതായത് 6ാമത്തെ വഴി എന്ന് വെച്ചാൽ മെഡിറ്റേഷനാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ കുറേ ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട്, മനസ്സിന് ശാന്തതയില്ല, മനസ്സിന് സമാധാനമില്ല, ഒത്തിരി പ്രശ്നങ്ങൾ ലൈഫിൽ ഒത്തിരി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷെ അവരോടെല്ലാം ഞാൻ പറയുന്നത് എന്താണ്? നമ്മുടെ മനസ്സ് ശാന്തമാക്കാൻ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക. ഏത് മെഡിറ്റേഷൻ ആയാലും കുഴപ്പമില്ല, ഒരു മെഡിറ്റേഷൻ ചെയ്യുക. ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നിങ്ങൾ കണ്ണടച്ചിരിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഒടുവിൽ 1 മിനിറ്റ്, ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് നമുക്കൊരു ശാന്തമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാം. കണ്ണടച്ചിട്ട് നമ്മൾ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. ശ്വാസം ഉള്ളിലേക്കെടുക്കുക, പുറത്തേക്ക് വിടുക. എഗെയിൻ ശ്വാസം ഉള്ളിലേക്കെടുക്കുക, പുറത്തേക്ക് വിടുക. നമ്മൾ ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരമാകെ നിറയുന്നതായി സങ്കല്പിക്കുക. നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നെഗറ്റീവ് എനർജി പുറത്തേക്ക് പോകുന്നതായി സങ്കല്പിക്കുക. ഇപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള ആ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങൾ സ്വപ്നം കാണുന്ന അവസ്ഥയിൽ തന്നെയാണെന്ന് നിങ്ങൾ കാണുക. എന്നിട്ട് നമുക്കൊരു ശബ്ദം കേൾക്കാൻ സാധിക്കുന്നു, യൂണിവേഴ്സിൻ്റെ ശബ്ദം. അതിനുശേഷം പറയുക, ഞാൻ സ്വീകരിക്കുന്നു, ഞാൻ യൂണിവേഴ്സിനെ വിശ്വസിക്കുന്നു, എനിക്ക് വേണ്ടതെല്ലാം എളുപ്പത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. അടുത്തതായി ഇതിൻ്റെ നമ്മൾ ഈ ഒരു അഫർമേഷൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക.
ഞാൻ യൂണിവേഴ്സിനെ വിശ്വസിക്കുന്നു. യൂണിവേഴ്സ് എൻ്റെ കൂടെയുണ്ട്. യൂണിവേഴ്സ് എല്ലാതും എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. യൂണിവേഴ്സ് എൻ്റെ കൂടെയുണ്ട്. യൂണിവേഴ്സ് എൻ്റെ കൂടെയുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ മനസ്സിൽ നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. എന്നിട്ട് വളരെ പതുക്കെ നമ്മൾ വീണ്ടും ശ്വാസത്തെ മാത്രം ശ്രദ്ധിക്കുക. ഡീപ്പ് ബ്രീത്ത് എടുക്കുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട് ചെയ്യുക. എന്നിട്ട് വളരെ പതുക്കെ കണ്ണു തുറക്കുക. ഓക്കെ, ഇപ്പം നമുക്കൊരു ചെറിയൊരു ആശ്വാസം നമ്മുടെ മനസ്സിന് വന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടാവും അല്ലേ? അടുത്തതായി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു തരാം. എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്? എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇന്നു മുതൽ നിങ്ങളാണ് നിങ്ങളുടെ വൈബ്രേഷൻ ഫ്രീക്വൻസിക്ക് ഉത്തരവാദി. അതുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തുക. എന്നാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ താനെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. പെട്ടെന്ന് തന്നെ എത്തിച്ചേരും. അതുപോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള സോൾഫുൾ വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇന്ന് ഇങ്ങനെ കമൻറ്റ് ചെയ്യൂ: ഇന്നു മുതൽ ഞാൻ എൻ്റെ വൈബ്രേഷൻ ഉയർത്തും. എന്താണ്? ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഇന്നു മുതൽ ഞാൻ എൻ്റെ വൈബ്രേഷൻ ഉയർത്തും എന്ന് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തിയാൽ നിങ്ങൾക്ക് യൂണിവേഴ്സൽ എനർജിയുമായിട്ട് കണക്റ്റഡ് ആവാൻ സാധിക്കും. നമ്മുടെ രണ്ട് എനർജി, നമ്മുടെ എനർജിയും യൂണിവേഴ്സിൻ്റെ എനർജിയും കൂടെ മാച്ച് ആയാൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഈ ജീവിതത്തിൽ നമ്മളിപ്പം ഇങ്ങനെ നമ്മളെല്ലാം ഉയർത്തി കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കും. നമുക്ക് എന്താണ് വേണ്ടത് അതെല്ലാം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. എങ്ങനെ ലഭിക്കുന്നു നിങ്ങൾക്ക് സംശയം വേണ്ട. ഏതെങ്കിലും വഴികളിലൂടെ അത് എത്തിക്കൊണ്ടേയിരിക്കും. ഓക്കെ, നിങ്ങൾ വിശ്വസിക്കുക. ഓക്കെ, ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. ഓക്കെ, അതുപോലെ നിങ്ങൾ ഇനി ഒരു കാര്യം ഞാൻ പറയാം. ജീവിതത്തിൽ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ എൻ്റെ ഹാപ്പിനെസ് ക്ലബിൽ ജോയിൻ ചെയ്യുക. ഞാനൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ഹാപ്പിനെസ് ക്ലബിൽ ഞാൻ 21 ഡേയ്സ് ചലഞ്ച് എന്ന് പറഞ്ഞ എല്ലാവർക്കും ഹാപ്പി. ഇപ്പോൾ ഒരു ബാച്ച് ഇപ്പം ഒരു 3 ഡേയ്സും കൂടി ഉള്ളൂ, കഴിഞ്ഞിറങ്ങും. അടുത്ത ബാച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ ഹാപ്പിനെസ്സിൽ എത്താം? നമ്മൾ ഹാപ്പിനെസ് എത്തുമ്പോൾ എന്താ സംഭവിക്കും? നമ്മുടെ വൈബ്രേഷൻ ഉയർന്ന നിലയിലെത്തും അല്ലേ? നമ്മുടെ എനർജി ഉയർന്ന നിലയിലെത്തും. അതുകൊണ്ട് നമുക്ക് എങ്ങനെ ഹാപ്പിനെസ് ആയിട്ടിരിക്കാം എന്ന് ഞാൻ 21 ഡേയ്സ് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ചേരാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യുക. എൻ്റെ ഈ വീഡിയോ കാണുകയും ക്ഷമയോടെ ഇത്രയും നേരം എന്നെ കേൾക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നന്മയും എല്ലാ നന്മകളും എല്ലാവർക്കും വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു യൂണിവേഴ്സ്.